ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് 2 ചെറിയ സവാളയാണ് അതിട്ട് കൊടുക്കാം. സ്ലൈസ് ചെയ്തതാണ്. പിന്നെ ഇതൊരു മീഡിയം സൈസ് ഇഞ്ചിയാണ്, അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 4 പച്ചമുളകുണ്ട്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കൈവച്ച് നന്നായി ഒന്ന് ഞരടി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർക്കാൻ മറന്നുപോയിരുന്നു, അതുകൊണ്ട് ഞാൻ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് ഒരു തേങ്ങയുടെ 2-ാം പാലാണ്. ഒരു 2.5 കപ്പ് തേങ്ങാപ്പാലുണ്ട്, 2-ാം പാല്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നമുക്ക് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനും മാങ്ങയും ചേർത്ത് കൊടുക്കണം. ഇത് നെയ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോ നെയ്മീനുണ്ട്. ഇത് മീനിട്ടതിന് ശേഷം മീനെല്ലാം നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ രീതിയിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ വേറെ കുടംപുളി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇപ്പം മീനും മാങ്ങയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തനിപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു കപ്പ് തനിപ്പാലുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ മീൻകറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചിടണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 6 ചെറിയ ഉള്ളിയാണ്. അതൊന്ന് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മീനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ആ ഉള്ളിയുടെ ഫ്ലേവറെല്ലാം കറിയിലേക്ക് നന്നായി ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി വളരെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി.